നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവം തുടങ്ങി. അവസാനിക്കുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിലായത് കാരണം വർക്കിംഗ് ഡേ കാരണം എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശനിയാഴ്ചയാണ് പോയത്. ഉത്സവത്തിൻ്റെ 4-ാം ദിവസമാണ് ഞാൻ പോയത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവം ചോറ്റാനിക്കര മകൻ തൊഴലും കാരണം തിരക്ക് കുറച്ച് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 8-ാം ദിവസമാണ് പോയത്, കഴിഞ്ഞ കൊല്ലം. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഈ നടക്കണ വഴികളിൽ ആളുകളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ പോയ ദിവസം അധികം തിരക്ക് എനിക്ക് അനുഭവപ്പെട്ടില്ല. അകത്ത് കയറി തൊഴാൻ പറ്റി, ഭഗവാന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റി, എല്ലാം നല്ല രീതിയിൽ ഫീൽ ചെയ്ത് സന്തോഷിച്ച് ശീവേലി കണ്ടു. ശിവേലിയുടെ ഫോട്ടോ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, അത് അമ്പലത്തിനകത്താണ് നടക്കുന്നത്. അവിടെ ഒന്നും ഫോൺ അവൈലബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തായമ്പകയും ഭഗവാന്റെ എഴുന്നള്ളിപ്പും, ഭഗവാന് ഒരു ആനപ്പുറത്ത് വെള്ളി നെറ്റിപ്പട്ടം ചുറ്റി ആനപ്പുറത്താണ് ഭഗവാൻ 3 പ്രദക്ഷിണം വയ്ക്കണത്. അതിനുശേഷം വന്നിട്ട് സ്വർണ്ണത്തിടമ്പേറ്റ് വേറൊരു ആനപ്പുറത്തേക്ക് മാറ്റും. അപ്പോൾ ഭഗവാനിത് ഇക്കൊല്ലം ആനയോട്ടം നടത്തി വിജയിച്ച ആനപ്പുറത്താണ് കയറ്റുക. അപ്പോൾ ഏതൊക്കെ ആനയാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഏതാനയാണ് വെള്ളി നെറ്റിപ്പട്ടം ചുറ്റി ഭഗവാന് ആനയിക്കണമെന്നും അത് കഴിഞ്ഞിട്ട് ഉത്സവത്തിന് തിടമ്പേറ്റണത് വേറെ കൊമ്പനാണോ എന്ന് എനിക്കറിയില്ല. 3 ആനയുടെ പുറത്തായിരുന്നു, 3 ആന ഉണ്ടായിരുന്നു ശിവേലിയുടെ സമയത്ത്. അതിൽ സ്വർണ്ണത്തിടമ്പിൽ ഭഗവാൻ എഴുന്നള്ളി വരുന്നത് നമുക്ക് സന്തോഷമായിട്ട് നല്ല സൗകര്യത്തിൽ നിന്ന് കാണാൻ പറ്റി. വലിയ തിരക്കുണ്ടായിരുന്നില്ല. എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് അങ്ങോട്ട് അധികം ആരും കയറ്റില്ല. അപ്പോൾ ഞാനത് തിരക്കാവുന്നതിന് മുമ്പ് അകത്ത് കയറുന്ന കാരണം കൊടിമരത്തിൻ്റെ അവിടെ തന്നെ നിന്നിട്ട് ഭഗവാന്റെ എല്ലാവരും കാണാൻ പറ്റി. ഞാനപ്പോൾ രാവിലെ പോയിട്ട് ക്യൂ നിൽക്കാൻ നോക്കിയപ്പോൾ ക്യൂ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ക്യൂ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ അകത്ത് കയറി നാലമ്പലത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത് ശേഷം കഞ്ഞി കുടിക്കാൻ പോയി. ക്യൂ നിൽക്കേണ്ടി വന്നില്ല. വേഗം കഞ്ഞി കുടിച്ചതിന് ശേഷം വന്നിട്ട് ഉച്ചപൂജയുടെ സമയത്ത് കയറി കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് നട അടയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി. ഉണ്ണികൃഷ്ണനായിരുന്നു ചാർത്തിയിരുന്നത് ഉച്ചപൂജയ്ക്ക്. ഉണ്ണികൃഷ്ണൻ 2 കാലും പിടിച്ച് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഒരു കാലിൽ പിടിച്ചിരിക്കുന്ന രൂപം ശരിക്കും നമുക്കത് കാണാൻ പറ്റി. കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ടായാലും അകത്ത് കയറിയാൽ പോലെ അത്ര ഭംഗിക്ക് തൊഴാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. നന്നായിട്ട് തൊഴാൻ പറ്റി. അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഉത്സവത്തിനകത്ത് കയറുക എന്നുള്ളത് ഞാൻ ചിന്തിക്കാറില്ല. കാരണം പുറത്തെ കാഴ്ചകളും ഭഗവാൻ എല്ലായിടത്തും ഉണ്ടാവുമെന്ന് പറയുക. പുറത്തെ കാഴ്ചകൾ കണ്ട് നടക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ക്യൂവിലിരുന്ന ക്യൂവിൽ തന്നെ ഇരുന്നോളണം. പിന്നെ എന്താ പുറത്ത് കിടക്കണതൊന്നും കാണാൻ പറ്റില്ല. അപ്പം ഞാൻ അകത്ത് കയറാൻ തിരക്കില്ലെങ്കിൽ കയറാമെന്ന് വിചാരിച്ചാൽ പോയത്. അത് നമ്മളെപ്പോൾ ചെന്നാലും നമുക്ക് അകത്ത് കയറി തൊഴാൻ പറ്റുമല്ലോ. ഉത്സവത്തിന് ഭഗവാന്റെ എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടിയാണ് ഞാൻ പോണത്. അതൊരു നമ്മളെല്ലാം കണ്ട് സന്തോഷമായിട്ടിരിക്കുക. ഭഗവാൻ അതാണ് ഇഷ്ടം. 2-3 കൊല്ലമായിട്ട് ഇപ്പോൾ ഞാൻ എല്ലാ ഉത്സവത്തിനും ഭഗവാന്റെ എല്ലാ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ ഞാൻ എത്താൻ ശ്രമിക്കാറുണ്ട്. എന്നെ ഭഗവാൻ എത്തിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പോകാൻ പറ്റില്ല. തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പോകാതൊരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ നടന്നെത്തിയപ്പോഴത്തേനും ഇവിടെ ക്ലോസ് ചെയ്തു കേട്ടോ. ഈ ക്ലോസ് ചെയ്തിട്ടിപ്പോൾ ഉത്സവം കാരണം കിഴക്കേ നടയിലാണ് ക്യൂവ്. തെക്കേ നടയിൽ നമ്മൾ സാധാരണ ക്യൂ പോകുന്ന സ്ഥലത്ത് ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് കാരണം കിഴക്കേ നട. അപ്പോൾ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തിടും. ക്യൂ കടത്തിയിട്ടതിന് ശേഷം നമ്മൾ അകത്ത് കിടത്തിയിടും. അപ്പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പരിപാടി ഉണ്ട്. മൊത്തം 3 സ്റ്റേജുകളായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. വടക്കേ നടയിൽ തിരുവാതിര കളിയുണ്ട്. അപ്പോൾ ശബ്ദ കോലാഹലമാണ് ചുറ്റും. നമുക്ക് ആസ്വദിക്കാം. എവിടെ നോക്കിയാലും തിരുവാതിര കളിക്കുന്ന ചേച്ചിമാർ അവരുടെ സെറ്റായിട്ട് യൂണിഫോം പോലെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സുന്ദരിമാരായിട്ട് ഏത് നടയിലും ഓരോ സെറ്റുകാരെ ഞാൻ കണ്ടിരുന്നു. തിരുവാതിരയുടെ ഇപ്പോൾ ഇവർ തിരുവാതിര കളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഫാമിലിയായിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്യൂ നിൽക്കാനും ഇത്രയും സമയം ചിലവഴിക്കാനൊന്നും അവർക്ക് തിരക്ക് പിടിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും കൊണ്ടുപോയില്ല. അവരെ കാത്തിരിക്കുമ്പോൾ പോക്കും നടക്കില്ല. അപ്പോൾ ഇത് കിഴക്കേ നടയാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ പരിപാടി നടക്കുന്നതാണ്. അപ്പോൾ കുറേ കുട്ടികൾ അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കുട്ടി കുറേ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഭഗവാനെ കണ്ട് എല്ലാവരും സംതൃപ്തരായിട്ടിരിക്കുകയാണ്.
ഭക്ഷണമായാലും നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം, കഞ്ഞി, ഭഗവാന്റെ കഞ്ഞി, പുഴുക്കും ഒക്കെ കഴിക്കാം. പിന്നെ ഉത്സവമായിട്ട് പരിസരവാസികൾക്ക്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരവാസികൾക്ക് അവിടെ നിന്ന് പകർച്ച കൊടുക്കും. അപ്പോൾ അതിൽ മോരുകറിയും പല പല കറിക്കുള്ള ഐറ്റംസൊക്കെ അവിടെ അരിയുന്നത് കണ്ടു ഞാൻ പടിഞ്ഞാറ് നടയിൽ കൂടെ. ഇത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഫോൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്ത സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ കഴുകി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ 3:30 കഴിയും, ശിവേലിക്ക് 3:30 നട തുറക്കുമ്പോൾ. അപ്പോൾ അതിനുള്ള ക്യൂ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ആ ക്യൂവിൽ കയറിയിരിക്കണോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ആ ക്യൂവിൽ കയറി അകത്ത് കയറാനുള്ള തിരക്കിനിടയ്ക്ക് ശിവേലി കറക്റ്റ് ടൈമിൽ കാണാൻ പറ്റില്ല. നമുക്ക് അവിടെ ചെന്നാൽ പിന്നെ ഭഗവാനെ കാണണമെന്ന് എന്തായാലും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വേണ്ട എന്ന് വെച്ചാൽ ഈ ക്യൂ അകത്ത് കയറണമെങ്കിൽ ഇനി 3:30 ആവും. 3:30 കഴിഞ്ഞിട്ട് കയറ്റി തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അതിനുള്ളൊരു സൗകര്യം കിട്ടില്ല. ശിവയിലേക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല, വേഗം കയറ്റി വിടുള്ളൂ. പ്രസാദം ഇട്ട് നടക്കുന്ന സ്ഥലം കേട്ടോ അത്. തെക്കേ നട ഫുള്ള് വലിയ രീതിയിൽ പന്തലിട്ടിട്ട് കുളത്തിൻ്റെ തെക്കേ നടയിലുള്ള കുളത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ക്യൂവിൽ നിൽക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 1 മണിക്കൂർ ക്യൂ നിന്നിട്ട് ചെറിയ കുട്ടികളാണെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ശിവേലിക്ക് ഫോൺ കൊടുത്തിട്ട് വേണം എനിക്കിനി ശിവേലിയുടെ ടൈമിൽ ഇവരൊക്കെ അകത്ത് കയറി നിൽക്കണം. ശിവേലി ടൈമിൽ അകത്തേക്ക് കയറണം എനിക്ക്. അപ്പോൾ ഞാൻ വേഗം ഷൂട്ട് ചെയ്തിട്ട് ഫോൺ കൊടുക്കുന്നിടത്ത് ക്യൂ ഉണ്ടാവും. അപ്പോൾ അത് കൊടുത്തിട്ട് വേണം എനിക്ക് അകത്ത് കയറട്ടെ. നിർത്തിക്കാണ് അതൊക്കെ ഷൂട്ട് ചെയ്ത് പോയത്. ഇപ്പം ഭഗവാന്റെ ഉത്സവത്തിന് എത്താൻ പറ്റാത്തവർക്കും ഞാൻ കണ്ട കാഴ്ചകളാണ് കാണിക്കുന്നത്. ഭഗവാന് നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കണമെന്നിട്ട് നമ്മൾ കുറേ വീഡിയോസ് റീൽസൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിൽ പറയുക ഗുരുവായൂരപ്പനെ. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത് ഭഗവാനെല്ലാം അറിയുന്നുണ്ട്. നന്മയുള്ള മനസ്സായിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാണ്ട് ജീവിച്ചാൽ ഭഗവാൻ നമുക്ക് തരാനുള്ളത് തരും. ആ ഒരു മൈൻഡിലാണ് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഭഗവാനെ തൊഴുതിട്ടുള്ളത്. ഭഗവാൻ എനിക്കുള്ള തരും. പക്ഷേ ഗുരുവായൂരപ്പനെ വിളിക്കണമെന്ന് പറയാം. വിളിച്ചാൽ ഭഗവാനെല്ലാം തരുള്ളൂ. ഭഗവാന്റെ അടുത്ത് ചെല്ലണം, ഭഗവാനെ വിളിക്കണം. ഭഗവാൻ കുട്ടി രൂപത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ പ്രത്യേകം മെൻഷൻ ചെയ്താൽ മാത്രം ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് നോക്കുള്ളൂ എന്നാണ് പറയാം. അങ്ങനെ ഇപ്പോൾ കുറേ റീൽസും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കും. പക്ഷെ ഭഗവാനെ സ്പെഷ്യലായിട്ട് വിളിച്ചാൽ ഭഗവാൻ കൂടെ വരുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തിരുവാതിര കളിക്കുന്നുണ്ടായിരുന്നു. തിരുവാതിരണ്ടെന്ന് പറഞ്ഞ് കണ്ടിരുന്നു സ്വസ്തികയുടെ പേജിൽ. ഞാനപ്പോൾ കുറച്ച് നേരം ഷൂട്ട് ചെയ്തോളൂ. അത് കണ്ടത് ഗുരുവായൂർ നിവാസികളാണ്. അവർക്കുള്ള പകർച്ച പണ്ടത്തെ ഒരു ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് ഭഗവാന്റെ ഉത്സവത്തിന് 10 ദിവസവും അവർക്കുള്ള ഭക്ഷണം ഇവിടെ നിന്ന് പകർച്ച കൊടുക്കും. അത് അന്ന് അത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടണൊക്കെ ആ ഒരു സമയത്തായിരിക്കുള്ളൂ. അപ്പോൾ അന്ന് തുടങ്ങിയൊരു ചടങ്ങാണ്. അപ്പോൾ അതിനുള്ള ഒരു പാത്രങ്ങളൊക്കെ ആയിട്ട് വരും. ക്യൂ നിന്ന് ഒരു ഭക്ഷണങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. മോരുകറി, മുതിരപ്പുഴുക്ക്, അച്ചാർ, ഇതൊക്കെ തോന്നുന്നുണ്ട്. അതിനുള്ള സംഭവങ്ങളാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ചെമ്പ് കൊണ്ടുപോകണ വണ്ടി കേട്ടോ. അത്രയും വലിയ ചെമ്പുകൾ
എത്ര പേര് പിടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതിനൊക്കെ വണ്ടികളുണ്ട്. എല്ലാം അവിടെ തിരക്കാണ്, എല്ലാവരും തിരക്കിലാണ്. ഞാനപ്പോൾ ഇത് എല്ലാ നടകളും ചുറ്റി നടന്ന് കാണിക്കുകയാണ്. ഇവിടെയാണ് സാധാരണ രീതിയിൽ നമ്മുടെ ഒട്ടുപുര. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ അതൊക്കെ നടയിലാണ് തിരക്ക്. കഞ്ഞിയൊക്കെ കൊടുക്കുന്നത്. എല്ലാവരും പകർച്ച വാങ്ങാൻ ഇവിടെയും ക്യൂ നിൽക്കുന്നുണ്ട്, അവിടെയും ക്യൂ നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ലല്ലോ. എല്ലാം കുറേ കാര്യങ്ങളുണ്ട്, കുറേ ചടങ്ങുകൾ, കാര്യങ്ങൾ, വഴിപാടുകൾ. ഇതൊക്കെ പറ്റി ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത്. നമ്മൾക്കറിയില്ല. ഗുരുവായൂർ പോകും, തൊഴും, പാൽപ്പായസം ചീട്ടാക്കും മാത്രം മേടിച്ചുകൊണ്ട് വരുന്നതല്ലാതെ നമുക്കതിനെപ്പറ്റി അറിയില്ല. എല്ലാവരും പകർച്ചകൾ പാത്രത്തിലേക്ക് കൊണ്ടുപോകണ തിരക്കിലാണ്. ഉച്ച കഴിഞ്ഞിട്ടാണ് കൊടുക്കണത്. ഉച്ച തിരിഞ്ഞിട്ട് ഏകദേശം ഒരു 2:30-3 മണിക്കാവാനായ സമയത്താണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ പാലാണ് ഗുരുവായൂരപ്പനുള്ള പാലുകളാണ് മിൽമയുടെ. എന്തോരമാണ് നോക്കി, 8 ദിവസത്തേക്കുള്ള പാലുകളാണിത്. കാണാനുണ്ട് ഇഷ്ടം പോലെ കാഴ്ചകൾ. ഗുരുവായൂർ ഉത്സവത്തിന്, അല്ലെങ്കിൽ ഗുരുവായൂർ വന്ന കണ്ണ് നിറച്ചൊരു രാജാവിൻ്റെ പോലെയല്ലേ ഗുരുവായൂരപ്പൻ വാഴണത്. അതുണ്ട് കാണാൻ. അല്ലാതെ ഉത്സവത്തിന് വന്ന പ്രത്യേകം കാഴ്ചകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാഴ്ചയാണ്. പടിഞ്ഞാറ് നടയിലുള്ള കറിക്കുള്ള സംഭവങ്ങൾ. ഒരിക്കൽ എനിക്കത് കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരു വശത്ത് ചക്ക, ഞാൻ മുതിരപ്പുഴുക്ക് കഴിച്ചപ്പോൾ അതിൻ്റെ കൂടെ ചക്ക, പച്ച ചെറിയ ചക്കകൾ കഷ്ണിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചക്കകൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വശത്ത്. അതാണ് ആ കാണുന്നത്. അത് മൊത്തം ചക്കകളാണ്, പച്ച ചക്ക നുറുക്കി വെച്ചേക്കണതാണ്. ചെമ്പുകൾ നിറച്ചു. ഒരു വെയിൽ കാരണം അതൊക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ മത്തങ്ങ നുറുക്കി വെച്ചേക്കണത് എത്ര ചെമ്പാണെന്ന് നോക്കി 5-6 ചെമ്പ് നിറച്ചുണ്ട്. കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു മനസ്സിലൊരു സന്തോഷമാണ്. ഭഗവാന്റെ ഇഷ്ടപ്പെട്ട കളറായ മഞ്ഞായതുകൊണ്ടാണോ എനിക്കറിയില്ല. മത്തങ്ങ കഷ്ണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇപ്പുറത്ത് കുമ്പളങ്ങ നന്നാക്കുന്നുണ്ട്, പിന്നെ മാങ്ങ നന്നാക്കുന്നുണ്ട്, ഇല കഷ്ണിക്കുന്നുണ്ട്, തുടയ്ക്കുന്നുണ്ട്. അപ്പുറത്ത് കഞ്ഞിക്ക് ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പ്ലാവിലകൾ നമ്മൾ കയ്യിലുണ്ടാക്കില്ല, അതുപോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് തെക്കേനടയിലാണ്. ഇതിപ്പോൾ ഇവർക്ക് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ കഷ്ണം നുറുക്കലായിരിക്കും. രാവിലെയും വൈകുന്നേരമൊക്കെ കാണാം. അപ്പോൾ ഇത് എത്ര സമയത്ത് ഭക്ഷണം ഉണ്ടാക്കണമെന്നൊന്നും അറിയില്ല. ഈ ക്ലോക്ക് റൂമിലാണെങ്കിൽ ഫോൺ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഫോണൊക്കെ കൊടുത്തു. ഇതിന് മുമ്പ് ഷൂട്ട് ചെയ്ത സംഭവങ്ങളാണ് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫോൺ കൊടുത്തിട്ട് പിന്നെ ശിവയിലേക്കായിട്ട് അകത്ത് കയറിയിട്ടാണ്. ഇപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തതാണത്. ഉത്സവത്തിൻ്റെ ഡീറ്റെയിൽസ് മെയിൻ എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ടായി. ഇവിടെയാണ് പ്രസാദൂട്ട് എടുക്കണത്. പ്രസാദൂട്ട് നടക്കണോടത്ത് തിരക്ക് കുറഞ്ഞു. ഞാൻ കയറി കഴിച്ച ചില സമയത്തൊക്കെ തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പോലെ ഞാൻ 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ട് കിട്ടിയത്. ഇതാണ് കഞ്ഞിയും പുഴുക്കും ഒക്കെ. ഈ കുട്ടി ഇൻസ്റ്റയിൽ വഴിപാട് വിവരങ്ങൾ പറയണ സവിത എന്ന പേര്. അപ്പോൾ അതിനെ കണ്ടു, ഞാൻ പരിചയപ്പെട്ടു. ഇനിയിപ്പോൾ ഭഗവാന്റെ ഉത്സവത്തിൻ്റെ ചെറിയ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, ഭഗവാന്റെ ഉത്സവം വെള്ളിയാഴ്ച അവസാനിക്കുകയാണ്. മാർച്ച് 1 അവസാനിക്കുകയാണ്. ഇന്നത്തോടുകൂടി ഉത്സവം കഴിയും. ഇന്ന് ഭഗവാന്റെ ആറാട്ടാണ്. അപ്പോൾ ഇന്നലെ പള്ളിവേട്ട ഉണ്ടായിരുന്നു. ഞാൻ ദേവസ്വത്തിൻ്റെ FB പേജിലൂടെ ലൈവ് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഇത് ആഡ് ചെയ്തേക്കണം. പള്ളിവേട്ട നടക്കുന്ന സമയത്ത് വീഡിയോ ആണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.